ഈ സമ്മറിൽ എന്താ ഞാൻ വിൻ്ററിൻ്റെ വീഡിയോ ഇടുന്നതെന്നല്ലേ? ഇതൊരു ഓൾഡ് പോസ്റ്റാണ്. ഞാൻ ജർമ്മനിയിലെത്തി എനിക്ക് ഫസ്റ്റ് കിട്ടിയ എൻ്റെ സ്നോഫോളും എൻ്റെ മഞ്ഞുമായിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഈ വീഡിയോ എനിക്ക് എടുത്തു തന്ന ജർമ്മൻകാരൻ കരുതി കാണും ഇവനിത് എന്താ കാണിക്കുന്നതെന്ന്, ചെറിയ പിള്ളേരെ പോലെ. തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. അതിരില്ലാത്ത സന്തോഷം. ഒരുമാതിരി സൈമൺസിൻ്റെ വിക്കറ്റ് കിട്ടിയ ശ്രീശാന്തിനെ പോലെ ഞാൻ എന്തൊക്കെയോ ചെയ്തു. രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നോർമലായി കിടന്ന സ്ഥലം മൊത്തം മഞ്ഞ്. എനിക്കിത് വല്ലാത്തൊരു സന്തോഷമായിരുന്നു, ഒരു എക്സൈറ്റ്മെൻറ്റും. പക്ഷെ ആ എക്സൈറ്റ്മെൻറ്റ് ആരുടെ മുഖത്തും ഞാൻ കണ്ടില്ല. അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കാൻ എനിക്ക് നെക്സ്റ്റ് ഡേ വേണ്ടി വന്നു. ഇവിടെ എപ്പോഴും ഇങ്ങനെയാണോ? ഈ മാസം ഭയങ്കര തണുപ്പാണ്, അടുത്ത മാസം വല്ല മാറും. പിന്നെ അങ്ങനെ തണുപ്പോട് തണുപ്പാണ്, -डिग्री സെൽഫിഷാണ്. നെക്സ്റ്റ് ഡേ ഞാൻ കണ്ടത് ഇതിൻ്റെ ഒരു എക്സ്ട്രീം വേർഷൻ ആയിരുന്നു. വീട് മുഴുവൻ മഞ്ഞ് മൂടി, പുറത്തിറങ്ങാൻ നല്ല ബുദ്ധിമുട്ട്. ഇപ്പോഴാണ് മനസ്സിലായത് അവരുടെ മുഖത്ത് കണ്ട ആ ഒരു സങ്കടത്തിൻ്റെ റീസൺ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു ആർട്ടിസ്റ്റ് ഒരു ക്യാൻവാസിൽ പകർത്തിയ ചിത്രം പോലെയാണ് എനിക്കിതൊക്കെ തോന്നിയത്. ഞാനിത് നന്നായി ആഘോഷിച്ചു, നന്നായി ആസ്വദിച്ചു. BGM ഒക്കെ ഇട്ട് മാസാക്കി കാണിക്കുന്ന ഈ വിഷ്വൽസൊക്കെ ശരിക്കും ഞാൻ ഫേസ് ചെയ്ത ഒരു ഡാർക്ക് സ്റ്റേജിൻ്റെ ഒരു വിഷ്വൽസാണ്. ശരിക്കും പറഞ്ഞാൽ ജർമ്മനിയിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഞാൻ വന്നത്. ഹലോ, പെട്ടെന്ന് അമ്മച്ചി അങ്ങ് കയറി വന്നു. അമ്മച്ചി എൻ്റെ അയൽവാസിയാണേ. അമ്മച്ചിക്ക് എത്ര ഏജ് ഉണ്ടെന്നറിയോ? അമ്മച്ചിക്ക് 110. പക്ഷെ പുള്ളിക്കാരി ഇപ്പോഴും അടിപൊളിയാണ്. രാവിലെ നടക്കാൻ പോവും, വൈകുന്നേരം നടക്കാൻ പോവും, എല്ലാ പണിയും ഒറ്റയ്ക്ക് ചെയ്യും ഈ 110ലും. ഞാൻ പറഞ്ഞു വന്നത്, കുറേ സ്വപ്നങ്ങളായി ഇവിടത്തേക്ക് വന്ന് എനിക്ക് കിട്ടിയത് ഇവിടെ കുറേ ജർമ്മൻസിനെ മാത്രമാണ്. മലയാളീസിനെയും ഇന്ത്യക്കാരെയും പ്രതീക്ഷിച്ച് വന്ന് എനിക്ക് അവരെ ആരും കാണാൻ പറ്റിയില്ല. ഇപ്പോഴും ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ സിറ്റിയിലെ ഒരേ ഒരു ഇന്ത്യക്കാരൻ ഞാനാണ്. ഹാപ്പിയാണോ? ഹാപ്പിയാണോ? അവനും എന്നും ഹാപ്പിയായിരുന്നു. ആ, അതന്നെയാ വേണ്ടേ.